വെൺപകത്തിന് ശേഷം ഞങ്ങൾ കന്യാസ്ത്രീ കൊക്കിന്റെ അടുത്താണ് എത്തിയുള്ളത്. കന്യാസ്ത്രീ കൊക്ക് എവിടെയാന്ന് നോക്കുന്നത്. അതാണ് ഇപ്പൊ കന്യാസ്ത്രീ കൊക്ക് അല്ലേ. ശരിക്കും ഇതിനാണ് കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്നത്. എന്താ കാരണം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് പോലെ വേറെ കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്നത് തന്നെ. വലിയ തൂലുവിന് എടുക്കുന്നത് അല്ലേ. അതാണ് കന്യാസ്ത്രീ കൊക്ക്. കന്യാസ്ത്രീ കൊക്കിനെ കണ്ടു നമ്മള് അങ്ങനെ അല്ലേ. വീഴാൻ പോണു. എല്ലാവർക്കും കുടിക്കാനൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അത് വെൺപകം കണ്ടു, കന്യാസ്ത്രീ കൊക്ക് കണ്ടു. ഇതൊക്കെ കണ്ട് യാത്ര പോകുമ്പോ ഈ യാത്രയ്ക്ക് ഒരു മനോഹാരിത ഉണ്ട് അല്ലേ. എന്താണ്, ചെറിയൊരു മഴക്കാരും ഉണ്ട്. നല്ല മഴക്കാരും ഉണ്ട്. ഒരു നല്ല കിടുക്കാച്ചി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും ഇവിടെ അല്ലേ. മഴ പെയ്യണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മഴക്കാരായിട്ട് നിന്നോട്ടെ. അതെ, ഒരു തണവ് കാറ്റും ഒക്കെ ആയിട്ട് ചൂട് കുറയ്ക്കാനാവൂലേ. അതേ മൾബറി ഉണ്ടായി നിക്കണ്. അതെ, നമ്മുടെ കന്യാസ്ത്രീ കൊക്കിനെ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കന്യാസ്ത്രീ കൊക്ക്. കന്യാസ്ത്രീ കൊക്ക് പേടിച്ചു പോയി. റെഡ് അല്ല, അതിങ്ങനെ കേറി വരുമ്പോ ഒരു ഐറ്റം നമ്മളെ നോക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വെള്ളപ്പെലിക്കൻ. അവനെ നമ്മൾ കന്യാസ്ത്രീ കൊക്കിനെ കണ്ടിങ്ങനെ കേറി വരുമ്പോഴാണ് പിന്നെ നമ്മൾ വീണ്ടും കാണുന്നത്. ഇത് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യയിലൊക്കെയാണ് കേട്ടോ. ഏത് ഈ വെള്ളപ്പെലിക്കനെ കണ്ടുവരുന്നല്ലേ. അപ്പൊ നമ്മുടെ നാട്ടുകാരനല്ല അവൻ, ഇപ്പം വിദേശിയാണ് അല്ലേ. നമ്മുടെ അവിടെ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരണതാ. അതെ, അതാരെ വിളിച്ചൂല നമ്മളെ. അതെ, അത് കളിക്കില്ലോ. ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. നമ്മുടെ മയിലേട്ടൻ. നമ്മള് നേരത്തെ കണ്ടത് അല്ലല്ല, അവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ആൺമയിലും പെൺമയിലും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മള് വെള്ളപ്പെലിക്കനി നോക്കി നിക്കുമ്പോ ഞങ്ങളിവിടെ ഉണ്ട് അവര് നമ്മളെ വിളിച്ചാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അവര് അവിടെ വേറൊരുത്തനും കൂടി ഉണ്ട് കേട്ടാ. ശരിക്കും നമ്മളെ വീടെടുക്കുമ്പോ അതിന് വേണ്ടിയാ. ശരിക്കും ഇവർക്ക് ഒരു കൂട്ടിലടച്ച ഒരു ഫീലിംഗ് ഇല്ല. നല്ല ലുക്കായിട്ട് നിൽക്കണ്ടവൻ. വെള്ളപ്പെലിക്കൻ തല ഒടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചത്തെടുക്കാന്ന് വിചാരിക്കും. നല്ല രസമുണ്ടല്ലേ. ഉള്ളിലേക്ക് നമ്മുടെ ആമ തല ആക്കി വെച്ച പോലെ ശരിക്കും. ആമ തല ഉള്ളിക്ക് കയറ്റി വെച്ചാലാണ് തല ഉള്ളിക്ക് കയറ്റി വെച്ചത്. എന്താല്ലേ അവന്റെ ലുക്ക്. റെസ്റ്റാണ്. അപ്പൊ മുകളിലാണ് ഇരിക്കുന്നത്. ഉറങ്ങുന്നുണ്ട്, കണ്ണടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളില് വേറെ എന്തൊക്കെയോ കിളികളുണ്ട്. അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. മരത്തിന്റെ ഇടയിലുണ്ടല്ലേ. പക്ഷെ ഇത് രണ്ടും കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ചെറുതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതെ അതെ, ചെറുതൊക്കെ അവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ട്. ആരാ ഞങ്ങളുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്താലും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നോട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. വെള്ളപ്പെലിക്കനും മയിലിനെയൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അവിടേക്ക് പ്രവേശനം ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെയാണ് പോകേണ്ടത്. മയിലേ മൂന്നെണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ ഒരാണും രണ്ട് പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത്. മയിൽ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് കേട്ടോ. മയിൽ കുറെ ഉണ്ട്. ചെമ്പരത്തി കണ്ടോ. അപ്പൊ അവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് പോകാൻ പറ്റില്ല. നമ്മളിതിനെ തിരിച്ചു പോവാം. ഇവിടെ കൂടുതലേ ഇതിന്റെ പക്ഷികളൊക്കെ കണ്ടിട്ട് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മുടെ ശ്രീലക്ഷ്മിയാണ് അത് കണ്ടുപിടിച്ചത്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് ബുഷ് കൊണ്ട് എഴുതിയത് കണ്ടോ നിങ്ങള്. ഒരു മിനിറ്റ് ഫോക്കസ് ചെയ്യുമ്പോ അത്. പക്ഷെ ഇത് നമ്മൾ അതിന്റെ അടുത്ത് പോയി നിന്ന് നോക്കി കഴിഞ്ഞാല് നമുക്കത് കാണില്ല കേട്ടാ. നമ്മള് ശ്രദ്ധിക്കില്ല. നമ്മൾ അകലെന്ന് വരുമ്പോഴാണ് അത് കാണുന്നത്. സുവോളജിക്കൽ പാർക്ക് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ശ്രീതു ഭയങ്കര വിഷമത്തിലാട്ടാ. ശ്രീതു വിചാരിച്ചത് ഇവിടെ കളിക്കാൻ പറ്റുന്നൊക്കെയാണ്. കളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ടെന്ന് വെച്ചിട്ടാവൂലേ. ആള് കുറച്ച് നടക്കാൻ കുറച്ച് മടിയാണേ. നടക്കാനുള്ള മടിയാ. സ്പോട്ടഡ് ഡിയർ, പോക്ക് ഡിയർ, സാമ്പാർ ഡിയർ. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ഇതിലൊന്നുമില്ല. ഡേഞ്ചറാന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ കണ്ടിട്ട് നമ്മള് മാന്റെ അടുത്തേക്കാണ് എത്തിയുള്ളത്. പുള്ളിമാന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാന്ന് നോക്കാം. അവിടെ ഉണ്ടാ. ഓ,
ആ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇവിടെ. പുള്ളിമാൻ. എല്ലാ പുള്ളിമാനും മുകളിലായിരിക്കുന്ന കേട്ടാ, നടക്കണത് മുകളിലാണ്. പുല്ലിന്റെ അവിടെയാ. ഇത് വേറെ പുലിമാൻ. നമ്മളങ്ങനെ പുള്ളിമാനെയും കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്ത ഏരിയ എന്താണ്, ഏത് മൃഗമാണ് നമുക്ക് അടുത്ത് കാണാനുള്ളത് എന്നുള്ള. ചുറ്റുമുളകൾ, ചുറ്റുമുളകളാണ്. ഇവിടന്നൊക്കെ മാനാണ് സെറ്റല്ലേ. ശരിക്കും അവർക്ക് ഇണങ്ങുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്, നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അല്ലേ, എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂര് മൃഗശാലയിൽ നിന്ന് മുഴുവൻ മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവിടത്തെ കാണാത്ത ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റി നമ്മുടെ കന്യാസ്ത്രീ കൊക്ക് നനച്ചു കൊടുക്കുന്നുണ്ടല്ലേ, നനച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം അടിച്ച് നനച്ചു കൊടുക്കുന്നുണ്ട്, ചൂടെടുക്കാണ്ടിരിക്കാനേ. ഒറ്റയ്ക്ക് ഭൂമി നനച്ചിടുകയാണ്. നല്ല സെറ്റായിട്ടുണ്ട് എന്തായാലും. കയറ്റം തന്നെയാണ് കേട്ടത്. കയറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു മലയുടെ മുകളിലല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരി, എന്തുവാന് കണ്ണിമാനാ? ഏ, എന്താല്ലേ നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരാരും നനയാൻ നിൽക്കണില്ല. അവര് മേലിക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പുറത്ത് ആ രണ്ടെണ്ണം നനയാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. മറ്റൊരു നനഞ്ഞിട്ട് നിക്കണതാ കണ്ടില്ലേ. മാന്യം കണ്ടു കഴിഞ്ഞാൽ നല്ലതാ. മല കയറി വന്ന് കുന്നിന്റെ മുകളിലേക്കൊക്കെ കയറി ഒരു ഐസ്ക്രീം കഴിച്ചോട് കൂടിയിട്ട് വെള്ളത്തിന് ദാഹം കൂടി. ഐസ്ക്രീമിനാണെങ്കിൽ പൊള്ളുന്ന വിലയാണ്. ഒരു സ്കൂപ്പിനൊക്കെ 60 രൂപ മേടിക്കുന്നുണ്ട്. ഒന്നുമില്ലാത്ത ഐസ്ക്രീമിന് 60 രൂപയ്ക്ക് മേടിക്കും. അതൊക്കെ ഒരു തീവട്ടിക്കൊള്ളയാണ് ചെയ്യണത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെള്ളം ദാഹം കൂടും. പിന്നെ എന്താ പറയാ, കൂടുതലും ചെറിയ ചെറിയ കുരങ്ങന്മാരാണ് കേട്ടുള്ളത്. അധികം വണ്ണൊന്നുമില്ല. ക്ഷീണിച്ച് ശോഷിച്ച കുരങ്ങന്മാരല്ലേ. ഒക്കെ ശോഷിച്ച കുരങ്ങന്മാരാ. ഇതെന്തത് തിന്നിട്ട് മീശ വെച്ചിണ്ടാ അല്ലേ? തിന്നിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോഴാണ് തോന്നിയത് ഇപ്പൊ ഐസ്ക്രീം കഴിക്കണ്ടിരുന്നില്ല, ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാ മതി. ഇപ്പൊ മുഖം തുടക്കി കഴിച്ചു. സംഭവം സെറ്റാണ്. പക്ഷെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട്. ചില ഏരിയകളിൽ വളരെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടി ഇനി ആവാണ്ട് അല്ലേ. അപ്പൊ ഇനി അടുത്ത മൃഗത്തിനെ അല്ലെങ്കിൽ അടുത്ത ജീവിയെ തേടിയുള്ള യാത്ര